തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷനും കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, അസ്വസ്ഥതയുടെ അഗ്നിവലയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിഭൗതികതയുടെ അത്യാർത്ഥികളിലേക്ക് വീണുപോകാതെ സഭാമക്കൾക്ക് ആശ്വാസവും മടുത്തുപോകാത്ത പ്രത്യാശയും നൽകി സകല ജാതികളെ ക്രിസ്തുവിൽ ഒന്നാക്കുക എന്ന ദൗത്യവുമായി വേദശാസ്ത്ര രംഗത്തും സഭയിലെ മറ്റെല്ലാ രംഗങ്ങളിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ട് മുന്നേറുവാൻ മലങ്കര സഭയെ നയിച്ച കിഴക്കിൻ്റെ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായിരുന്ന മോറാൻമാർ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക പ്രതിസന്ധികളെ അതിജീവിച്ച വലിയ ഭാവ പൗരസ്ത്യ ക്രൈസ്തവ സന്യാസ പാരമ്പര്യവും ക്രൈസ്തവ ആധ്യാത്മികാനുഭവവും കോർത്തിണക്കി പൗരോഹിത്യ ശ്രേണിയുടെ അത്യുന്നത തലത്തിൽ എത്തിച്ചേർന്ന പിതാവ്. അത്ര ശാന്തമല്ലാതിരുന്ന സഭാന്തരീക്ഷത്തിൽ അഭൗമികമായ ഊർജ പ്രസരണത്തിലൂടെ സഭയിലും സമൂഹത്തിലും വിശുദ്ധിയുടെ സ്ഫുരണങ്ങൾ ഉയർത്തിയ പിതാവ്. ഒരു ദൈവദൂതനെ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമാധാനത്തിന്റെ പ്രഘോഷകനായി. എന്നാൽ ആത്മീക സൗന്ദര്യം ദാനം ചെയ്ത സ്വാതന്ത്ര്യബോധം ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഈ വിശാലമായ കാഴ്ചപ്പാടും പരിശുദ്ധി നൽകുന്ന സ്വാതന്ത്ര്യവുമായിരുന്നു 1958 സഭാ സമാധാനം. മലങ്കര സഭാ ചരിത്രത്തിലെ ആ സമാധാനത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളായിരുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം കാതോലിക്ക ബാവ. സഭാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന വിവാദങ്ങൾക്ക് പരിസമാപ്തി ഉണ്ടാകണമെന്ന താല്പര്യത്താൽ 1934 ഹോംസിലേക്ക് പോവുകയും പാത്രിയർക്കീസ് ബാവയുമായി സന്ധി സംഭാഷണം നടത്തുകയും ചെയ്തു. എന്നാൽ മലങ്കര സഭയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചപ്പോൾ സഭാ സ്വാതന്ത്ര്യം ബലികഴിക്കുവാൻ കാതോലിക്കോസ് തയ്യാറായില്ല. കാതോലിക്കായെയും പ്രതിനിധികളെയും അപായപ്പെടുത്തുവാൻ ശ്രമിച്ച പാത്രിയർക്കീസ് ബാവ പരാജയപ്പെട്ടു. അപകടങ്ങളൊന്നും കൂടാതെ തിരിച്ചെത്തിയതിലുള്ള നൈരാശ്യം പാത്രിയർക്കീസിന് അത്രമാത്രമായിരുന്നു. വൃദ്ധനായ കുന്നൂസ് എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചപ്പോഴും പ്രകോപിതനാകാതെ പ്രശാന്തനായി എല്ലാറ്റിനെയും നേരിട്ടു. സമാധാന ശ്രമത്തിന് ഹോംസ് വരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത കാതോലിക്കോസിൽ പാത്രിയർക്കീസ് കണ്ട ഏറ്റവും വലിയ കുറവ് വാർദ്ധക്യമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വാർദ്ധക്യം ഒരു കുറവല്ല, മറിച്ച് അനുഗ്രഹത്തിന്റെ ലക്ഷണമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ നിലനിന്നിരുന്ന കക്ഷിവഴക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ നിലകൊണ്ടു. കാതോലിക്കായെയും കൂട്ടുകക്ഷികളെയും പ്രതിയാക്കി 1938 മാർച്ച് മാസം കോട്ടയം ജില്ലാ കോടതിയിൽ സമുദായ കേസ് ഫയൽ ചെയ്തു. 1956 കേരള ഹൈക്കോടതിയുടെ പ്രതികൂല വിധി അറിഞ്ഞ് കാതോലിക്കോസ് പ്രതികരിച്ചു. ഈ വിധി അന്തിമമല്ല, ആരും അധൈര്യപ്പെടരുത്. സഭയുടെ സ്വാതന്ത്ര്യം അഭംഗം പാലിച്ചു കൊണ്ടുപോകുന്നതിന് കാതോലിക്ക സിംഹാസനം നീണാൽ നിലനിൽക്കത്തക്കവണ്ണം നാം ഓരോരുത്തരും സർവ്വ കഴിവുകളും വിനിയോഗിക്കണം എന്നുള്ളതായിരുന്നു പ്രതിജ്ഞ. നമ്മുടെ വാർദ്ധക്യത്തിലും ശരീരാസ്വാസ്ഥ്യത്തിലും വന്നു ചേർന്നിരിക്കുന്ന ഈ വിധി നമുക്കൊരു കുരിശാണെങ്കിലും നമ്മുടെ വാത്സല്യ സന്താനങ്ങളാകുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കുരിശ് വഹിക്കുന്നതിനുള്ളത് കൊണ്ടും നാം ഒരു നാളും അധൈര്യപ്പെടുകയില്ല. ഇരുഭാഗത്തെയും വാദം കേട്ട ശേഷം 1958 സെപ്റ്റംബർ 12 കാതോലിക്കയ്ക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. 1912 കാതോലിക്ക സ്ഥാപനത്തിന്റെ വിജയമായിരുന്നു ഈ വിധി. 1958 ഡിസംബർ 16 പഴയ സെമിനാരി ചാപ്പലിൽ വെച്ച് കാതോലിക്കോസും പാത്രിയർക്കീസും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പരസ്പരം സമാധാന കൽപ്പനകൾ കൈമാറിയപ്പോൾ സഭയിൽ ഒരു പുതുയുഗം പിറന്നു. സ്വാത്വികനും സംയമനശീലനുമായിരുന്ന അദ്ദേഹം സന്തോഷിച്ചു. കർമ്മം കൊണ്ട് മലങ്കര സഭയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഭാഗ്യനിധിയായിരുന്നു കുറിച്ചി ബാവ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾ മഹാപരിശുദ്ധനായി കരുതിയ പിതാവ്. സഭയിലെ ഇരുവിഭാഗത്തെയും അകവും പുറവും കണ്ട് കാതലറിഞ്ഞ് സഭായോജിപ്പിനു വേണ്ടി യത്നിക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങളിലും സമാധാന കാലഘട്ടത്തും സഭയെ നയിക്കുകയും ചെയ്ത ആ ധന്യപിതാവിന്റെ സ്മരണകൾക്ക് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. ആ പിതാവിന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് മാർഗദീപമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.